ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ SSCയുടെ 2024 CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2024 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഈ ഒരു എക്സാം നടക്കുന്നത് വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ വേണ്ടിയിട്ട് ലോ അഡീഷണൽ ക്ലർക്ക്, സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ്, അതുപോലെ നമ്മുടെ DEO ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്കായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏകദേശം 3700ഓളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നമുക്കേതായാലും ഈ ഒരു തസ്തികയിലേക്ക് SSCയുടെ CHSL എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരമായിട്ടാണ് ഇപ്പോൾ SSCയുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2024 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 8/4/2024 ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി 7/5/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇത് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റിന് സെർവർ ബിസിയൊക്കെ ആവാൻ കാരണം കൊണ്ട് തന്നെ പലർക്കും അവസരം നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ജൂൺ ജൂലൈ മാസത്തിൽ ഈ വർഷം തന്നെ ജൂൺ ജൂലൈ മാസത്തിൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് Tier 1 എക്സാമിനേഷൻ നടക്കും. പിന്നെ Tier 2 എക്സാമിനേഷൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഏകദേശം ഈ വർഷം തന്നെ നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരള PSC പോലെയൊന്നല്ല, പെട്ടെന്ന് റിസൾട്ടും അതുപോലെ നിയമനങ്ങളും ഒക്കെ വരും. വർഷം നടത്തുന്ന എക്സാം ആവുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് ഓർത്തിരിക്കാം. ഇതിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 3712 വേക്കൻസികളാണ്. അതിൽ നിങ്ങൾക്ക് SSCയുടെ ssc.nic.in എന്ന് പറയുന്നതായിരുന്നു പഴയ വെബ്സൈറ്റ്. ഇപ്പോൾ അത് മാറിയിട്ട് ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് കോർണർ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിൽ വേക്കൻസി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതെല്ലാം സ്ഥാപനങ്ങളിലുണ്ട് എന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ അഡീഷണൽ ക്ലർക്ക് LDC വിഭാഗത്തിലേക്കും ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കും ആയിട്ട് 19,900 മുതൽ 63,200 വരെ ശമ്പളം ലഭിക്കും. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DEO വിഭാഗത്തിലേക്ക് 25,500 മുതൽ 81,100 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A പോസ്റ്റിലേക്ക് 25,500 മുതൽ 81,100. അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1/8/2024 കണക്കാക്കിയിട്ട് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ 2/8/1997 1/8/2006 ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ SC/ST ആണെങ്കിലും OBCക്കാണെങ്കിലും അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള എക്സ്-സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതും കൂടി നോക്കിയതിന് ശേഷം നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട ആളാണോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 12th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക. +2 പാസ്സായിരുന്ന ഏതൊരു വ്യക്തിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ജനറൽ വിഭാഗത്തിന്, OBCക്കാണെങ്കിൽ 30, അതുപോലെ SC/STക്കാണെങ്കിൽ 32 വയസ്സ് വരെകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്-സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സൊക്കെ അതിൻ്റെതായുള്ള ഏജുകൾ നിങ്ങൾ നോക്കുക. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി മാക്സിമം നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.